ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി പനീർ ബട്ടർ മസാലയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ സ്ഥിരമായി കഴിക്കുന്ന ഒരു ഫേവറേറ്റ് ഐറ്റമാണ് പനീർ ബട്ടർ മസാല. നമുക്കത് വീട്ടിൽ എങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഗ്രേവി തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു കുക്കറിലേക്ക് 6 കട്ട് ചെയ്ത് 2 മീഡിയം സൈസ് സവാള, 2 തക്കാളി, അത് കണക്ക് ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് കശുവണ്ടി കാഷ്യൂസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകാണ് കേട്ടോ. ഈ സമയം കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്ത് നല്ലൊരു കളറ് കിട്ടും. അതേ കണക്ക് ഹോളായിട്ട് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം, ഒരു കുറച്ച് കുരുമുളക്, 1 ടീസ്പൂൺ പെരുംജീരകവും, 2 പട്ടയും ഏലക്കയാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് അളവ് ഞാൻ ഇതിൻ്റെ സൈഡിൽ, വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളകും മല്ലിയൊക്കെ ഹോളായിട്ടില്ലെങ്കിൽ പൊടികളായിട്ട് ചേർത്ത് കൊടുത്താലും മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ കുറച്ച് കസ്തൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ കുക്കർ അടച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. 2 വിസിലാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ചൂടോടെ ഒരിക്കലും അരക്കല്, നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ അരയ്ക്കാവൂ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആറിയതിന് ശേഷം മാത്രം മസാലകൾ അരച്ചെടുക്കാനൊന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ ഹോളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പൊടികൾ തന്നെ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ എന്താ ഞാൻ ഫൈൻ പേസ്റ്റായിട്ട് നമ്മുടെ മക്കിനി ഗ്രേവി അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നല്ലതുപോലെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഇനി ഒരു പാൻ വെക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതാ ഞാൻ 2 പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 പെരുംജീരകം ഇട്ട് കൊടുക്കുന്നു. ഈ മസാലയൊക്കെ നമുക്ക് ഏത് ഫ്ലേവറാണോ മുന്നിൽ നിൽക്കുന്നത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ചപ്പം 2 ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഒരു വലിയ സവാളയാണെങ്കിൽ ഒരു 1.5 ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, പെട്ടെന്നൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ സാധനം കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി ഉള്ളിയും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റി വരണം കേട്ടോ. ഇപ്പം എന്താ തക്കാളി ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കേട്ടോ. ഇതിലേക്ക് ഇനി പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിയ മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, അത് കണക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതായത് നമുക്ക് കളർ കിട്ടുന്നതിനനുസരിച്ച് കേട്ടോ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. തീ വളരെ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. അപ്പോൾ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ മൂത്ത് വരും. ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മക്കിനി ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1 മിനിറ്റത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ആ മിക്സി കഴുകി ഒരു ഗ്ലാസ് വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്ലോ ഫയറിൽ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 7-8 മിനിറ്റ് അടച്ച് വെക്കാം. നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഇപ്പം എന്താ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒന്ന് അടച്ച് വെക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ തുറന്നൊന്ന് ഇളക്കി കൊടുത്തത്. വീണ്ടും അടച്ച് വെക്കുവാണ്. അപ്പം ഇതാ മൊത്തത്തിലൊരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് കുറുകി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ, ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മക്കിനിക്ക് ഒരു നല്ല കളറും നല്ലൊരു ഗ്ലീസിങ്ങും കിട്ടും.
നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു കളറിലാണ് നമ്മുടെ ഗ്രേവി ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, അതേപോലെ ജീരകപ്പൊടി കുറച്ച് 1/4 ടീസ്പൂൺ, അത് എനിക്ക് പെരുംജീരകപ്പൊടി കുറച്ച് ഇഷ്ടമാണ് കേട്ടോ, അത് ഒരു 1/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആ പെരുംജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇപ്പം എന്താ ഗ്രേവി ഒന്നും കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാവരും സ്ലോ ഫയറിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി 200 ഗ്രാം പനീറാണ്, ക്യൂബ്സായിട്ട് അരിഞ്ഞേക്കുകയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം അല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഒരു 1/4 ഗ്ലാസ് പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേസ്റ്റ് വ്യത്യാസവും വരത്തില്ല, നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഫ്രഷ് ക്രീം ഇല്ലാത്ത സമയത്ത് നമുക്കിങ്ങനെ പശുവും പാൽ ചേർത്ത് കൊടുത്താലും മതി, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാൽ ചേർത്തതിന് ശേഷം ഇനി വീണ്ടും നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വരണം, നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് നെയ്യായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടറില്ലെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കറിയുടെ ടെക്സ്ചറൊക്കെ മാറി നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. ബട്ടറും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റായിട്ട് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് കസ്തൂരി മെത്തിയാണ് കേട്ടോ. കസ്തൂരി മെത്തി ഒന്ന് ഒരു ടേബിൾ സ്പൂൺ ചൂടാക്കി എടുത്തതാണ് കേട്ടോ. ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് കണക്ക് പൊടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ചേർത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി ചേർത്ത് കഴിയുമ്പം തന്നെ കസ്തൂരി മെത്തി പൊടിഞ്ഞ് വരും. ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫയർ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി ഒന്നും കൂടെ കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തിളച്ച് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുവാണ്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവിയൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകി നല്ല സൂപ്പർ ക്രീമി ടേസ്റ്ററായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ അറിയാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിവിടെ ഇന്ന് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. നല്ല സൂപ്പറാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.